വിശ്വാസത്തിൽ നിൽക്കാം, ജീവകിരീടം പ്രാപിക്കാൻ നാം കാത്തു നിന്നിടാം. നല്ല വിശ്വാസത്തിൽ നിൽക്കാം, ജീവകിരീടം പ്രാപിക്കാൻ നാം കാത്തു നിന്നിടാം. സിയോൻ യാത്രക്കാരായി നാം യാത്ര ചെയ്തിടാം, നീതിസൂര്യൻ യേശുവിനായി കാത്തു നിന്നിടാം. സിയോൻ യാത്രക്കാരായി നാം യാത്ര ചെയ്തിടാം, നീതിസൂര്യൻ യേശുവിനായി കാത്തു നിന്നിടാം. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ആരാധനാത്മകമായ ചിന്ത പങ്കുവയ്ക്കുന്നത് കർത്താവിന്റെ ദാസൻ KM സാമുവേൽ ചിറ്റാർ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിൽ കൂടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവവചനം ധ്യാനിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് കർത്തൃദിവസത്തോടുള്ള ബന്ധത്തിൽ, ആരാധനയോടുള്ള ബന്ധത്തിലും നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ഓർത്ത് കർത്താവിന് നന്ദി കരയറ്റുന്ന ഈ സന്ദർഭത്തിൽ ഒരു വേദഭാഗം വായിച്ച് ചില വാക്കുകൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിന് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം വായിക്കുന്നു. ലൂക്കോസിന് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം വായിക്കുന്നു. ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ കർത്താവ് പറഞ്ഞ ഒരു വാക്കാണ് ഇവിടെ നാം വായിക്കുന്നത്. ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മനുഷ്യവർഗം അനുഭവിക്കേണ്ട സകല കഷ്ടതയും നമ്മുടെ കർത്താവ് നമുക്ക് പകരമായിട്ട് സഹിച്ചു എന്നാണ് നാം വായിക്കുന്നത്. മനുഷ്യവർഗം പാപത്തിന്റെ ശിക്ഷയാകുന്ന മരണം, ആ ഭയാനകമായ ശിക്ഷ കർത്താവ് അനുഭവിച്ചു എന്നാണ് നാം വായിക്കുന്നത്. ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചു. എങ്ങനെ കഷ്ടം അനുഭവിച്ചു? മനുഷ്യവർഗം നരകത്തിൽ പോയി അനുഭവിക്കേണ്ട ആ നരകശിക്ഷ മുഴുവനും പിതാവായ ദൈവം തന്റെ പുത്രന്മേൽ ചുമത്തി എന്ന് നാം വായിക്കുന്നു. ക്രൂശിൽ താനായിരുന്നപ്പോൾ, ക്രൂശിതരായിരുന്ന സമയത്ത് 3 മണിക്കൂറോളം അന്ധകാരം ഉണ്ടായി എന്ന് നാം വായിക്കുന്നു. ഈ അന്ധകാരത്തിന്റെ സമയത്ത് മനുഷ്യവർഗം നരകത്തിൽ പോയി അനുഭവിക്കേണ്ട നരകശിക്ഷ മുഴുവനും യേശു കർത്താവ് സഹിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് നമുക്ക് ലഭിച്ച നേട്ടം എന്താണ് എന്നാണ് കർത്താവ് അല്ലെങ്കിൽ യേശു ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നമുക്ക് ലഭിച്ച ആ ശ്രേഷ്ഠത എന്താണ് എന്ന് എബ്രായ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. എബ്രായ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനായവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തം ആയിരുന്നു. ഇവിടെ വായിക്കുന്നത് സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. പിതാവായ ദൈവം തന്റെ പുത്രനെ ഈ കഷ്ടാനുഭവങ്ങളിൽ കൂടെ സമ്പൂർണമായ ആ കഷ്ടത മുഴുവനും അനുഭവിക്കാൻ അനുവദിച്ചതിന്റെ കാരണം ഇവിടെ നാം വായിക്കുന്ന അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുക എന്നുള്ളതാണ്. നമുക്കറിയാം ഏദൻ തോട്ടത്തിൽ വെച്ച് സംഭവിച്ചത് എന്താണ്. റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, റോമാലേഖനം 3-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യത്തില് പൗലോസ് നമ്മെ ഓർപ്പിക്കുന്ന ഒരു വാക്യമുണ്ട്. റോമാലേഖനം 3-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യത്തില് ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായിത്തീർന്നു. ഒരു വ്യത്യാസവുമില്ല. ലോകത്തിലെ ജനകോടികൾ ഒന്നടങ്കം പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായിത്തീർന്നു. അതിന്റെ കാരണമെന്ന് പറയുന്നത് ഏക മനുഷ്യനാൽ പാപം,
ആദമും ഹൗവയും പാപം ചെയ്തപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടത് ദൈവത്തിന്റെ ആ തേജസ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു എന്നാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നമുക്ക് ലഭിച്ച നേട്ടം എന്താണെന്നാണ് ഇവിടെ എബ്രായ ലേഖനക്കാരൻ പറയുന്നത്. അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുക എന്ന് പറഞ്ഞാൽ ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കർത്ത ദിവസത്തിൽ ഒരു നിമിഷം നമ്മൾ ചിന്തിച്ചു നോക്കുക. ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് വലിയവരാന്ന് ദൈവമായിട്ടുള്ള ബന്ധം നമുക്ക് സാധിച്ചു എന്ന് പറയുന്നത് എത്രയോ ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട് നമ്മൾ വായിക്കുന്നത് എബ്രായർക്ക് ലേഖനം 5-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അവിടെ നാം വായിക്കുന്ന പുത്രൻ എങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നമുക്ക് ലഭിച്ച രണ്ടാമത്തെ ആ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇവിടെ പറയുന്നു, നിത്യരക്ഷയ്ക്ക് കാരണമായി തീർന്നു. നിത്യരക്ഷ എന്ന് പറഞ്ഞാൽ ലിവിങ് വിത്ത് ഗാഡ്, ദൈവത്തോട് കൂടെ വസിക്കുക, അതാണ് നിത്യരക്ഷ എന്ന് അർത്ഥമാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ യോഹന്നാൻ സുവിശേഷം 3:16 വായിക്കുന്നത്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇന്ന് രാവിലെ സമയം നമ്മുടെ കർത്താവിന്റെ സ്നേഹത്തെ നമ്മൾ ഓർക്കുമ്പോൾ, പിതാവ് നമ്മോട് കാണിച്ച മഹാസ്നേഹം ഓർക്കുമ്പോൾ, കാൺമീൻ നാം ദൈവമക്കളിൽ വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമ്മോട് കാണിച്ചു. എങ്ങനെ? തന്റെ പുത്രനെ കാൽവരി ക്രൂശിൽ തകർത്ത് കളഞ്ഞുകൊണ്ട് ആ നിത്യരക്ഷ നമുക്ക് വേണ്ടി ഒരുക്കി തന്നു. ദൈവമായിട്ടുള്ള ബന്ധം, ഇറ്റേണൽ ലൈഫ്, ഒരിക്കലും അവസാനം വരാത്ത ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നു എന്ന് പറയുന്നത് എത്രയോ ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണ്. പ്രിയമുള്ളവരെ, എബ്രായ ലേഖനം 13-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, എബ്രായ ലേഖനം 13-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വച്ച് കഷ്ടം അനുഭവിച്ചു. നമ്മുടെ കർത്താവ് കഷ്ടം അനുഭവിച്ചത് കൊണ്ട് നമുക്ക് ലഭിച്ച മൂന്നാമത്തെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് നമ്മെ ശുദ്ധീകരിച്ചു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും പാപസംബന്ധമായി അശുദ്ധരായിരുന്ന നമ്മെ ഈ ലോകത്തിലെ ഒരു കുളങ്ങൾക്കോ നദികൾക്കോ യാതൊന്നിനും കഴിയാതിരുന്നപ്പോ കർത്താവായ യേശു ക്രിസ്തു കഷ്ടം അനുഭവിച്ച് തന്റെ ശരീരത്തിലെ അവസാനത്തുള്ള രക്തം വരെയും നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ അവൻ ചൊരിഞ്ഞു. അതുകൊണ്ട് യോഹന്നാൻ പറയുന്നത് ഇങ്ങനെയാണ്, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാവം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ദൈവമുൻപാകെ എത്രമാത്രം കുറ്റക്കാരും പാവികളും ദോഷികളും ദൈവവുമായിട്ട് യാതൊരു ബന്ധമില്ലാതിരുന്നപ്പോ നമ്മുടെ പാപത്തെ കഴുകി ശുദ്ധീകരിക്കുവാൻ കർത്താവ് കഷ്ടമനുഭവിച്ചു. അവന്റെ രക്തം നമുക്കായിട്ട് ചൊരിഞ്ഞു. അതുകൊണ്ടാണ് പറഞ്ഞത്, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നമുക്ക് ലഭിച്ച ഒന്നാമത്തെ ശ്രേഷ്ഠത ദൈവവുമായിട്ടുള്ള ബന്ധം, ആ നിത്യ തേജസ് നമുക്ക് ലഭിക്കുവാൻ, ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ ആ തേജസ്, ദൈവവുമായിട്ടുള്ള ആ ബന്ധം നമുക്ക് സ്ഥാപിപ്പാൻ ഇടയായിത്തീർന്നു. രണ്ടാമതായിട്ട് നമ്മൾ കണ്ടത് നിത്യരക്ഷയ്ക്ക് കാരണഭൂതനായിത്തീർന്നു. നമുക്കനേക നിത്യരക്ഷയ്ക്ക് കാരണമായിത്തീർന്നു. നമ്മൾ കർത്താവ് കഷ്ടം അനുഭവിച്ചിട്ടുണ്ട്. മൂന്നാമതായിട്ട് അവൻ നമ്മെ ശുദ്ധീകരിച്ചു. നമ്മുടെ പാപത്തെ സമ്പൂർണ്ണമായി കഴുകി ശുദ്ധീകരിച്ച് നമ്മളെ ദൈവമക്കളാക്കി തീർന്നു. ഈ വലിയ ചിന്തകളോടുകൂടെ ഇന്ന് രാവിലെ സമയം നമുക്കെല്ലാ ബഹുമാനവും സ്തുതിയും സ്തോത്രവും പുകഴ്ചയും ആ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് അർപ്പിക്കാം. നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച് അവസാനത്തുള്ള രക്തം വരെയും മനുഷ്യവർഗത്തിന് വേണ്ടി ഊറ്റിക്കൊടുത്ത് നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ ഈ നല്ല നാഥൻ അവൻ ഇന്ന് ആരാധനയ്ക്ക് യോഗ്യനായിരിക്കുന്നവനാണ്. ആ മഹോന്നതനായിരിക്കുന്ന ദൈവത്തിന്റെ പാദത്തിൽ വീണ് നമുക്ക് അവനെ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാം. ഈ ചിന്തകളാൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവന്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.